ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് PYQയിലൂടെ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ്. ആറാമത്തെ CA ആണ്. 2020 CA നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. 10th പ്രിലിംസിന് 2023-24 കാലഘട്ടത്തിൽ CA ആണ് പഠിക്കേണ്ടത്. സോ നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അടുത്തത്, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം. ഈ കൊടുത്തിട്ടുള്ളതിൽ ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം. അടുത്തത്, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8-4 നോർത്തും 37-6 നോർത്താണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അടുത്തത്, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഓപ്ഷൻ ബി കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. അടുത്തത്, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഓപ്ഷൻ സി നർമ്മദ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ലേ എയർപോർട്ട് ഏത് നദിക്കരയിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി സിന്ധു നദിക്കരയിലാണ് ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് അറബി ഭാഷയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അടുത്തത്, കാൽ ബൈശാഖി എന്നത് എന്താണ്? കാൽ ബൈശാഖി കാറ്റിൻ്റെ പേരാണ് കാൽ ബൈശാഖി. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാശിരംഗ ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ്. അവിടെ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ് ഉള്ളത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. അടുത്തത്, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? യൂറോപ്പിൽ നിന്നും വന്ന വ്യക്തിയാണ് ആദ്യം വന്നത്, എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. അടുത്തത്, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിംഗ് എന്ന ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അടുത്തത്, ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം? ബ്രഹ്മസമാജം. ബ്രഹ്മസമാജമാണ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജമാണ്. അടുത്തത്, ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. അതും രാജാറാം മോഹൻ റോയിയുടെ തന്നെയാണ്. അടുത്തത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്.
അടുത്തത് പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. അത് ജവഹർലാൽ നെഹ്റു ആണ്. പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. അടുത്തത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത് ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്ത് ഗവർണർ ആയതിനു ശേഷം പിന്നീട് പ്രസിഡൻ്റായ ആദ്യത്തെ വ്യക്തി ആരാണെന്നാണ് ചോദിക്കുന്നത്. അതാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം പാർട്ട് 3 അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന വ്യവസ്ഥ ചെയ്ത ഭേദഗതി. 32 ഓപ്ഷൻ ബി ആണ്. 24-ാം ഭേദഗതിയാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. അടുത്ത സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. 44-ാം ഭേദഗതിയാണ്. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ വെറും നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. ആദ്യം അത് മൗലിക അവകാശമായിരുന്നു, പിന്നെ അത് നിയമാവകാശമാക്കി മാറ്റി. അടുത്തത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ ബി അനുച്ഛേദം 16. ആർട്ടിക്കിൾ 16 ആണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നതാണത്. അത് ആർട്ടിക്കിൾ 16 വരുന്നത്. ഉറപ്പു നൽകുന്ന ഭരണഘടനാ ഭേദഗതി വകുപ്പാണ് അനുച്ഛേദം 16. അടുത്തത് അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 359-ാം വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993-ലാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്.